എല്ലാവരെയും ഈ പ്രസ് മീറ്റിലേക്ക് സ്നേഹപൂർവ്വം ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക യുവജന പ്രസ്ഥാനമായ SMIM സീറോ മലബാർ യൂത്ത് മൂവ്മെന്റിന്റെ പ്രഥമ സെനറ്റ് സമ്മേളനം പാലായുടെ മണ്ണിൽ ചരിത്രം കുറിക്കുകയാണ്. 13 രൂപതയടങ്ങുന്ന ഈ സംസ്ഥാന സമിതി ആ രൂപതയിലെ നേതൃത്വം കൊടുക്കുന്ന ഡയറക്ടേഴ്സ് ആനിമേറ്റർ അമ്മ ഉൾപ്പെടെ ആ രൂപതയിലെ ഭാരവാഹികളെല്ലാം ഈ പാലായുടെ മണ്ണിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. ആ 13 രൂപതയിലെ ഭാരവാഹികൾ അവിടെ വെച്ചെടുക്കുന്ന ആ ഒരു കർമ്മ പദ്ധതിയാണ് സീറോ സഭയുടെ യുവജന പ്രസ്ഥാനം മുന്നോട്ട് എങ്ങനെ ചലിക്കപ്പെടുന്നു എന്ന് തീരുമാനിക്കുക. ഇത് ശരിക്കും ഒരു ചരിത്രമാണ്. എനിക്ക് തോന്നുന്നു 10 വർഷങ്ങൾക്ക് കൂടി ആദ്യമായിട്ടാണ് ഒരു സെനറ്റ് സമ്മേളനം SMIM ഒരുക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് സീറോ സഭയുടെ പിതാവായ തട്ടിൽ പിതാവ് ഉൾപ്പെടെ ഇതിനെ നോക്കിക്കാണുക. ഈ ഔദ്യോഗിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾ സഭയുടെ തലവന് പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുക സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അലക്സ് തോമസ് പുൾമൂട്ടിലാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് സീറോ സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ കമ്മീഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവാണ്. പാലാ രൂപതയുടെ പിതാവ് മാർ ജോസഫ് കല്ലക്കാട്ട് പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തുമ്പോൾ ഈ യോഗത്തിന് ആമുഖ പ്രഭാഷണം നടത്തുന്നത് സീറോ മലബാർ സഭയുടെ യുവജന പ്രസ്ഥാനമായ SMIMന്റെ ഡയറക്ടർ റവറന്റ് ഫാദർ മാണി കുഴിപ്പംകുറ്റി അച്ഛനാണ്. ശ്രീ അലൻ ജോണി സ്വാഗതം പറയുമ്പോൾ ആശംസകളുമായി ഗ്ലോബൽ ഡയറക്ടർ സീറോ മലബാർ സഭ എന്ന് പറയുന്നത് ഗ്ലോബലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സഭയാണ്. ആ സഭയുടെ ഡയറക്ടർ അച്ഛൻ റവറന്റ് ഫാദർ ജേക്കബ് ചക്കാത്രച്ച ആശംസകൾ പറയുകയും അഡ്വക്കേറ്റ് സാം സണ്ണി ഓടക്കൽ ഗ്ലോബൽ പ്രസിഡന്റ് ആശംസകൾ പറയും. AKCCയുടെ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ സാർ അന്ന് ആശംസകളോടൊപ്പം യുവജനങ്ങളോടൊപ്പം ഉണ്ട്. ഇതിന്റെ മുൻകാല ആദ്യ ഡയറക്ടറായ റവറന്റ് ഫാദർ ജോസഫ് ആലഞ്ചേരി അച്ഛൻ, അതോടൊപ്പം തന്നെ ബിജോ ജോയി പാലാ രൂപതയുടെ പ്രസിഡന്റ്, അഡ്വക്കേറ്റ് പ്രതീക്ഷ രാജൻ തുടങ്ങിയ സംസ്ഥാന രൂപത ഭാരവാഹികളെല്ലാം ഇന്നത്തെ യോഗത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ മീറ്റിംഗിൽ തന്നെ 5 പദ്ധതികളുടെ ഒരു പ്രകാശന കർമ്മം കൂടെ ചെയ്യുവാൻ സമിതി ആഗ്രഹിക്കുക. സിവിൽ സർവീസ് ഉൾപ്പെടെ, ആരോഗ്യ മേഖല ഉൾപ്പെടെ. നമുക്കറിയാം, നമ്മുടെ യുവജനങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന 30 വയസ്സിന് മേലുള്ള അവിവാഹിതരായിരിക്കുന്ന യുവജനങ്ങളെ വിവാഹം നടത്തുവാൻ വേണ്ടിയുള്ള മാട്രിമോണി പോലെയുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുവാനും, അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി ലീഡർഷിപ്പ് ക്യാമ്പുകളിൽ സ്കോളർഷിപ്പോടുകൂടി പങ്കെടുക്കുവാനുള്ള പദ്ധതികൾ, ഇങ്ങനെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം കൂടെ അന്ന് സെനറ്റ് സമ്മേളനത്തിൽ നടത്തും. ഇത് തികച്ചും ചരിത്രമാണ്. ഈ ചരിത്രം സൃഷ്ടിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ അലക്സ് പറഞ്ഞതുപോലെ പാലയുടെ മണ്ണിൽ ഒരു വലിയ ചരിത്രം സമാരംഭിക്കുകയാണ്. ഏതാണ്ട് 12 വർഷമായി SMIM സ്ഥാപിക്കപ്പെട്ടിട്ട്. സീറോ മലബാർ സഭയുടെ 35 രൂപതകൾ, വിദേശത്ത് ഉൾപ്പെടെയുള്ള കാര്യമാണ് പറഞ്ഞത്, 35 രൂപതകൾ വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രസ്ഥാനം, അതിലെ കേരള റീജിയൻ 13 രൂപതകളുള്ള കേരള റീജിയൻ വലിയൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒന്നിച്ചുകൂടി ഇവിടുത്തെ യുവജനങ്ങളെ, സഭയുടെ യുവജനങ്ങളുടെ കെട്ടുറപ്പ് അതിശക്തമാക്കാനും അവരില് ഒരു സഭാത്മക കാഴ്ചപ്പാട്, സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട തലത്തിൽ ജീവിക്കേണ്ട യുവജനങ്ങൾ രാഷ്ട്രീയാവബോധമുള്ള, രാഷ്ട്രാവബോധമുള്ള, സാമൂഹികാവബോധമുള്ള, സഭാവബോധമുള്ള, അല്ലെങ്കിൽ സഭ ആവശ്യപ്പെടുന്ന കാര്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, അങ്ങനെ അവരെ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ അതിന്റെ ഭരണതലത്തിൽ എത്തിയവര് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ 13 രൂപതകളിലെയും നേതൃത്വം വഹിക്കുന്നവര് അവരുടെ ഡയറക്ടർമാരുടെ കൂടെ, അവരുടെ പിതാക്കന്മാരുടെ അനുവാദത്തോടുകൂടെ എത്തുകയാണ്. സീറോ മലബാർ സഭ യുവജനങ്ങളെ കാണുന്നത് വളരെ പ്രത്യേകം, അവരുടെ ഭാവി, അവരുടെ സ്വപ്നങ്ങൾ, അതിനെ സാക്ഷാത്കരിക്കാൻ സഭ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ വിശാലമാണ്. അവരെ കാണുന്നത് വിശാല ഹൃദയത്തോടു കൂടിയാണ്.
സഭയിലെ യുവജനങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 2018 പ്രളയത്തിന്റെ സമയത്ത്, പിന്നീട് 2020 കോവിഡിന്റെ സമയത്ത്, പ്രത്യേകിച്ച് ഈ സീറോ മലബാർ സഭയുടെ യുവജനങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് നന്മകൾ സമൂഹത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അവയ്ക്ക് മുമ്പിൽ ശക്തിയോടെ, ഒരു ആത്മബലത്തോടെ ഈശോയുടെ പ്രതീകമായി ഈശോയുടെ യുവത്വത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോവിഡിന്റെ സമയത്ത് പലരും പേടിച്ചിരുന്നപ്പോൾ, അകത്തിരുന്നപ്പോൾ ഈ സഭയുടെ പ്രസ്ഥാനത്തിന്റെ മക്കൾ, SMIM മക്കൾ ധീരരായിട്ട് മുമ്പോട്ട് വരികയും, പ്രത്യേകിച്ച് ഈ മരണപ്പെട്ടവരെ അടക്കുന്ന കാര്യം അതൊക്കെ ഒത്തിരി പേടിയോടെ കണ്ട സമയത്ത് അവരെ ക്രിമേറ്റ് ചെയ്യാൻ, എനിക്കൊന്ന് പാലായിൽ മാത്രം ഏതാണ്ട് 300ഓളം ആൾക്കാരെ ക്രിമേറ്റ് ചെയ്യിക്കാൻ സഹായിച്ചത് ഇവിടുത്തെ യുവജന പ്രസ്ഥാനം SMIM മക്കളാണ്. ചങ്ങനാശ്ശേരിയിൽ ഏതാണ്ട് 300ഓളം പേര്. അങ്ങനെ സീറോ മലബാർ സഭയുടെ മക്കൾ, യുവജന മക്കൾ, അവരെ കൊണ്ട് പേടി കൂടാതെ, വിറയം കൂടാതെ ഇറങ്ങി പ്രവർത്തിച്ചതിന്റെയൊക്കെ വലിയ പശ്ചാത്തലം നമുക്കറിയാം. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മാത്രമല്ല, ഉരുൾപൊട്ടിയപ്പോൾ, മുണ്ടക്കയത്ത് ഉരുൾപൊട്ടിയപ്പോൾ, പിന്നെ ചൂരമലയിൽ മറ്റുമൊക്കെ ഉരുൾപൊട്ടിയപ്പോൾ, അല്ലെങ്കിൽ ചെല്ലാനം കടൽത്തീരത്ത്, ഒറ്റമശ്ശേരി കടൽത്തീരത്ത് കടൽ കയറിയപ്പോൾ, ഇവിടെയൊക്കെ യുവജനങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് വലിയ ഒരു കരുതലിന്റെ കരുത്ത് അവർക്ക് ലഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ ഈ സീറോ മലബാർ സഭ തന്റെ യുവജന മക്കളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ഒരു കണ്ണ്, ക്രിസ്തുവിന്റെ ഒരു മുഖം, കാരുണ്യത്തിന്റെ ഒരു മുഖം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കാരുണ്യത്തിന്റെ മുഖം വ്യക്തമായി പ്രകടിപ്പിക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന, എല്ലാ തരത്തിലും ബൈബിൾ അധിഷ്ഠിതമായി, ആരാധനാക്രമ അധിഷ്ഠിതമായി, രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രം പറയുന്ന ചില ചിന്തകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യണം. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സെനറ്റും ഞങ്ങൾ കൂടുന്നത്. സെനറ്റിലെ വിവിധങ്ങളായ കാര്യങ്ങൾ അലക്സ് പ്രസിഡന്റ് പറഞ്ഞു. ഒപ്പം ജോബ് പോർട്ടൽ അവർക്ക് വേണ്ടി ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് ഇപ്പൊ വിദേശത്തേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം ജോലി സാധ്യതകൾ ഉള്ളപ്പോൾ വിദേശത്തേക്ക് പോയി അവിടെ ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ AKCC കത്തോലിക്ക കോൺഗ്രസിന്റെയും SMIM-ന്റെയും ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ജോബ് പോർട്ടൽ ആരംഭിക്കുകയാണ്. അത് ആരംഭിച്ചു. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കൂടി നടത്തപ്പെടുകയാണ്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കർമ്മ പരിപാടികൾക്ക് കൂടി നാളെ നടക്കുന്ന സെനറ്റ് സാക്ഷ്യം വഹിക്കും. അപ്പോൾ വലിയ ഒരു ചരിത്രമാണ് നാളെ അതിന് തുടക്കം കുറിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുകയാണ്. പാലാ രൂപതയുടെ ആതിഥേയത്വത്തിൽ നടത്തപ്പെടുന്ന ഈ സെനറ്റ് സമ്മേളനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇത് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റിന്റെ പ്രഥമ സെനറ്റ് സമ്മേളനമാണ്. ഈ സെനറ്റ് സമ്മേളനത്തിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ സമുദായത്തെ സംബന്ധിച്ച്, സമൂഹത്തെ സംബന്ധിച്ച്, ഈ വിശാലമായ ഈ സമൂഹത്തിന്റെ നന്മയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് ഈ വർഷം സെനറ്റ് നടത്താൻ തീരുമാനിച്ചതിന്റെ പ്രധാന കാരണം സീറോ മലബാർ സഭയുടെ സാമുദായിക ശാക്തീകരണ വർഷമായി ഈ വർഷം ആചരിക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടെയാണ്. അതിന്റെ ഫലമായിട്ടാണ് വ്യത്യസ്ത പദ്ധതികൾ ഈ വർഷം നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ആ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വിശദമായി ശ്രീ അലക്സ് വിശദീകരിക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളിൽ ചടുലമായ നടപടികളും ക്രമീകരണങ്ങളും തുടർന്നുള്ള വർഷങ്ങളിൽ ശക്തമായി പ്രകടിപ്പിക്കാൻ സംഘടനയ്ക്ക് സാധിക്കും. അതിന്റെ പ്രതിഫലനങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാകും എന്നൊരു നിശ്ചയദാർഢ്യവും ബോധ്യവും ഞങ്ങൾക്കുണ്ട്. ആ സെനറ്റ് സമ്മേളനത്തിലേക്കും അതിനെ തുടർന്നുണ്ടാകുന്ന നടപടിക്രമങ്ങളിലും നിങ്ങൾ മാധ്യമങ്ങളുടെ സമ്പൂർണമായ സപ്പോർട്ട്, പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. SMIM സംസ്ഥാന സമിതിയുടെ പ്രഥമ സെനറ്റ് സമ്മേളനം പാലായിൽ വെച്ച് നടത്തുമ്പോൾ പാലാ രൂപത പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ നടത്തി കഴിഞ്ഞു. ഏപ്രിൽ 13, 14, 15 തീയതികളിലായി അൽഫോൺസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ആ പരിപാടി നടത്തപ്പെടുക. അൽഫോൺസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പാലാ രൂപതയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു മണ്ണാണ്. അതുകൊണ്ടാണ് പാലാ രൂപത ഈ സെനറ്റ് സമ്മേളനം ഇവിടെ ഏറ്റെടുത്ത് നടത്തുക. ഒപ്പം പാലാ രൂപതയെ സംബന്ധിച്ചിടത്തോളം SMIM സംസ്ഥാന സമിതിയുടെ സംസ്ഥാന ഡയറക്ടർ, പാലാ രൂപത ഡയറക്ടറായ ഫാദർ മാണി കുഴപ്പൻകുറ്റി അച്ഛനാണ് എന്നതുകൊണ്ടും കൂടിയാണ് പാലായുടെ മണ്ണിലേക്ക് ഈ സെനറ്റ് കടന്നു വരുവാനുള്ള ഒരു കാരണം.
പാലായുടെ അഭിവന്ദി കല്ലറങ്ങാട് പിതാവിനോട് ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ പിതാവ് പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ഒപ്പം ഉണ്ടായിരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പള്ളിക്കാപ്പറമ്പിൽ പിതാവിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ബിഷപ്പ് ഹൗസിലായിരുന്നപ്പോൾ പിതാവ് ഇതിനെപ്പറ്റി സംസാരിച്ചു. ഒപ്പം ഇതിന്റെ വികാരി ജനറലായിരിക്കുന്ന ബഹുമാനപ്പെട്ട വേദാന്തശൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചാർട്ട് ചെയ്തത് കണ്ടു. അതിന്റെ കുറവുകൾ തിരുത്തി തന്ന് ഒപ്പം ഞങ്ങളോടൊപ്പമുണ്ട്. പാലരൂപത അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ട് ഒരു കുറവ് പോലുമില്ലാതെ വിശുദ്ധ അൽഫോൻസാമയുടെ മണ്ണിലേക്ക്, അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ മണ്ണിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് പൂർണ്ണമാകുമ്പോൾ 13, 14, 15 തീയതികളിലായി ഭംഗിയായി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ഈ പ്രഥമ സംസ്ഥാന സെന്റ് സമ്മേളനം പൂർത്തിയാകുന്നു. നന്ദി. ചരിത്ര പോരാട്ടങ്ങൾക്ക് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പാലായുടെ ഈ മണ്ണിൽ വെച്ച് SMIM സംസ്ഥാന സമിതിയുടെ പ്രഥമ സെനറ്റ് നടത്താൻ സാധിച്ചതിൽ ഞങ്ങൾ ഏറെ അഭിമാനാർഹരാണ്. ഇത് വെറും ഒരു സാധാരണ പരിപാടിയല്ല, തലമുറകൾ സ്മരിക്കുന്ന ഒരു നാഴികക്കല്ല് കൂടിയാണ്. അതിനായി നിങ്ങൾ പാലായുടെ അനുഗ്രഹീതമായ മണ്ണിൽ വെച്ച് ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചതിലും പാല ഞങ്ങളെ വളരെ ഏറെ സ്നേഹത്തോടെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്തതിലും ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.